PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തേത് PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23ാമത്തെ ഗഡുവിൻ്റെ ബെനിഫിഷ്യറി ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതാണ്. ഈ വിതരണ ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നും അതോടൊപ്പം തന്നെ ഇനിയും EKYC പൂർത്തിയാക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൊന്നും പോകാതെ തന്നെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മുഖം കാണിച്ച് എങ്ങനെ EKYC ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ വ്യക്തമായി പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണ് ബെനിഫിഷ്യറി ലിസ്റ്റ് ചെക്ക് ചെയ്യുക? ഗൂഗിളിൽ pmkisan.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫാർമേഴ്സ് കോർണർ എന്നൊരു സെക്ഷൻ കാണാം. അതിൽ പച്ച കളറിലുള്ള ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജിലേക്ക് വരും. അവിടെ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്: സ്റ്റേറ്റ്, ജില്ല, അതുപോലെ സബ് ജില്ല, ബ്ലോക്ക്, വില്ലേജ്, ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആദ്യം സംസ്ഥാനം, അതായത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കേരളം സെലക്ട് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ ജില്ലയാണ് സെലക്ട് ചെയ്യേണ്ടത്. കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ് ജില്ല സെലക്ട് ചെയ്യുക. അതും അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ ബ്ലോക്കും സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വില്ലേജ് കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വില്ലേജിലുള്ള PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാവരുടെയും ലിസ്റ്റ് അവിടെ കാണാൻ സാധിക്കും. പേരിന് താഴെയായി കോളത്തിൽ 1, 2, 3 എന്നിങ്ങനെ കാണാം. അത് നിങ്ങളുടെ പേര് പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഓരോ അക്ഷരത്തിനും ഓരോ നമ്പറിനും ഓരോ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകളാണ് ഉള്ളത്. അപ്പോൾ അത് നോക്കി നിങ്ങൾ കണ്ടെത്തുക. ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡു ലഭിക്കും. അതുപോലെ EKYC പൂർത്തിയാകാത്തവരൊക്കെ EKYC പൂർത്തിയാക്കുമ്പോൾ ഈ ലിസ്റ്റിൽ ആ പേരുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടും. ഇനി EKYC എങ്ങനെ ഫോണിലൂടെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് നോക്കാം. പലരും പറയുന്നുണ്ട് അക്ഷയയിൽ EKYC ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് തന്നെ EKYC എളുപ്പത്തിൽ ചെയ്യാം. ഇതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് PM കിസാൻ GOI ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ ആധാർ ഫേസ് ID ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നില്ല. ഇത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ചെയ്യേണ്ടത് PM കിസാൻ GOI ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജാണ് കാണിക്കുക. നെക്സ്റ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഇതുപോലൊരു പേജ് വരും. അവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഇതുപോലെ കാണാം. അവിടെ സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ബെനിഫിഷ്യറി എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പർ എന്നിവ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ ആധാർ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് നൽകി ലോഗിൻ പൂർത്തിയാക്കുക. തുടർന്ന് EKYC അല്ലെങ്കിൽ KYC യൂസിങ് ഫേസ് ഒതൻറ്റിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈൽ ക്യാമറ ഓൺ ആകും. നിങ്ങളുടെ മുഖം കൃത്യമായി വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ച് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുക. ഒരു തവണ കണ്ണുകൾ ചിമ്മുക. ഫേസ് സ്കാനിംഗ് വിജയകരമായി കഴിഞ്ഞാൽ EKYC സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. EKYC ചെയ്യാൻ സാധിക്കാതെ പല ആളുകളും കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്.